നമസ്കാരം. എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മോഡ്യൂൾ 4ലെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എത്തോളജി, സ്വഭാവ രൂപീകരണ ശാസ്ത്രം. അതില് മോട്ടിവേഷൻ അഥവാ പ്രചോദനം ആൻഡ് ലേണിംഗ് ടൈപ്സ്, പഠനത്തിന്റെ തരങ്ങൾ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. എന്താണ് എത്തോളജി അഥവാ സ്വഭാവ രൂപീകരണ ശാസ്ത്രം? മൃഗങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് അഥവാ ബിഹേവിയറിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് എത്തോളജി എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസം, ഒരു മൃഗത്തിന്റെ, ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്, അങ്ങനെയുള്ള ഒരു മൃഗത്തിന്റെ, ഒരു അനിമലിന്റെ സ്വഭാവ രൂപീകരണം, ആ പെരുമാറ്റത്തിലുണ്ടെന്ന മാറ്റം, അതിനെക്കുറിച്ചുള്ള പഠനമാണ് എത്തോളജി എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസത്തിന്റെ സ്വഭാവത്തിന്റെ മാറ്റത്തിന്റെ കാരണം ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഉണ്ടാവും. ആ പ്രകൃതിയിലെ, പരിസ്ഥിതിയിലെ മാറ്റം, അതിലൂടെ ഉണ്ടാകുന്ന പെരുമാറ്റ മാറ്റം എങ്ങനെ പരിണാമപരമായിട്ടും അതുമായി എങ്ങനെ പൊരുത്തപ്പെടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് എത്തോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു ജീവിക്ക് സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, പരിണാമപരമായിട്ട് അത് എങ്ങനെ മാറ്റം ഉണ്ടാകുന്നു, പരിസ്ഥിതിയിലെ മാറ്റം അവരുടെ സ്വഭാവത്തിന്റെ മാറ്റത്തിൽ എങ്ങനെ കാരണമാകുന്നു, ഇതിനെ കുറിച്ചാണ് എത്തോളജിയിൽ പ്രതിപാദിക്കുന്നത്. അതിന് പല ഫാക്ടറുകൾ ഉണ്ടാകും. കൂട്ടനടി അല്ലെങ്കിൽ സമീപ ഫാക്ടർ, പെട്ടെന്നുണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ടാണ് ആ ഫാക്ടറും, അല്ലെങ്കിൽ പരിണാമപരമായിട്ടുള്ള ചില ഫാക്ടറുകൾ, അത്യന്തിക ഫാക്ടർ എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ. ഇങ്ങനെയുള്ള ഫാക്ടറുകൾ എങ്ങനെയാണ് ഇവരുടെ പെരുമാറ്റ രൂപീകരണത്തിന് സഹായിക്കുന്നത്, എങ്ങനെ അത് അതിന്റെ സ്വഭാവ മാറ്റത്തിന് കാരണമാകുന്നു, ഇതിനെക്കുറിച്ചാണ് എത്തോളജി ഡിസ്കസ് ചെയ്യുന്നത്. ജീവജാലങ്ങളുടെ അവശ്യ സ്വത്തായി കണക്കാക്കുന്ന ഉത്തേജകങ്ങളുടെ പ്രതികരിക്കാനുള്ള കഴിവിനെ ഇറിറ്റബിലിറ്റി എന്നാണ് പറയുന്നത്. എത്തോളജി ഫീൽഡ് നിരീക്ഷണങ്ങളെയും ലബോറട്ടറി പരീക്ഷണങ്ങളെയും സംയോജിപ്പിക്കുകയും ന്യൂറോ അനാട്ടമി, എക്കോളജി, പരിണാമ ജീവശാസ്ത്രം തുടങ്ങിയ മേഖലയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യും. എത്തോളജി എന്ന് പറയുന്നത് ഒരു മാറി നിൽക്കുന്ന ഒറ്റപ്പെട്ട ഫീൽഡ് അല്ല. എത്തോളജി എന്ന് പറയുന്നത് നമ്മുടെ ലബോറട്ടറിയിലെ പരീക്ഷണങ്ങളുമായിട്ടും നിരീക്ഷണങ്ങളുമായിട്ടും അതുമായിട്ടൊരു ബന്ധമുണ്ട്. അവയെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്താണ് പോകുന്നത്. അതുപോലെ ന്യൂറോ അനാട്ടമി, ഒരു പെരുമാറ്റത്തിന്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവത്തിന്റെ കൺട്രോൾ ചെയ്യുന്ന പല ഫാക്ടർ തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? അപ്പൊ ന്യൂറോ അനാട്ടമിയുടെ ബ്രാഞ്ചുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. അതുപോലെ എക്കോളജി, പരിസ്ഥിതിയിലെ പല മാറ്റങ്ങളും സ്വഭാവത്തിന്റെ മാറ്റത്തിന് കാരണമാകും. എക്കോളജിയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കും. അതുപോലെ പരിണാമ ജീവശാസ്ത്രം, ആ ഒരു ക്യാരക്ടർ ചേഞ്ച് അടുത്ത തലമുറയിലോട്ട് അത് കൈമാറ്റം ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠനവും എത്തോളജിയിൽ പറയുന്നു. എത്തോളജിയുടെ പിതാവ് എന്ന് കണക്കാക്കുന്നത് കോൺറാഡ് ലോറൻസിനെയാണ്. കോൺറാഡ് ലോറൻസിനെയാണ് എത്തോളജിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത്. എത്തോളജിയിൽ നമുക്ക് ആദ്യം പഠിക്കുന്നത് പ്രചോദനം അഥവാ മോട്ടിവേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് കുറേ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു കുറച്ച് പോർഷൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പ്രചോദനം അഥവാ മോട്ടിവേഷൻ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സ്ഥിരമായ പെരുമാറ്റത്തിന് കാരണമാകുന്ന പ്രേരക ശക്തിയാണ് പ്രചോദനം എന്ന് പറയുന്നത്, മോട്ടിവേഷൻ. അപ്പൊ ഒരു പ്രത്യേക ഗോളിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന, അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പെരുമാറ്റ മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു മാറ്റം, ആ മാറ്റം കാരണം നമ്മൾ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ പോവുകയാണ്. അപ്പൊ അതിന് ആ മാറ്റത്തിന് കാരണമാകുന്ന ശക്തി ഉണ്ടാവുമല്ലോ, സ്റ്റിമുലസോ അങ്ങനെ ഉദ്ദീപനം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് പ്രചോദനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വിശന്നിരിക്കുന്ന നായ ആഹാരം തേടുന്നു. വിശക്കുമ്പോൾ അവ ആഹാരം തേടും. അപ്പൊ ആഹാരം എന്ന ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അതിന് പോകാൻ കാരണം വിശക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. അപ്പൊ അതൊരു സിഗ്നലായിട്ട് തലച്ചോറെത്തുകയും തലച്ചോറ് അതിന് വേണ്ട പ്രതിവിധി, വിശപ്പിന്റെ ആ ഒരു വിശപ്പ് എന്നൊരു സിഗ്നൽ അവരുടെ ബോഡി കൊടുക്കുകയും, അത് നമുക്കറിയാം വിശക്കുമ്പോൾ ആനിമൽസിന് തിരിച്ചറിയാൻ പറ്റും. പെട്ടെന്ന് അത് മസിലുകളിലേക്ക് അത് വ്യാപിക്കുകയും അത് നടന്നു പോയി അതിന് ആഹാരം തേടാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ആ ഒരു ലക്ഷ്യത്തിലേക്കുണ്ടായ ആ പ്രേരക ശക്തി, അതാണ് പ്രചോദനം എന്ന് പറയുന്നത്. ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രചോദനം പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ഒരു ലക്ഷ്യത്തിലേക്കുള്ള അതിന് അടിസ്ഥാനമായിട്ടുള്ള പ്രചോദനമാണെങ്കിൽ 3 തരത്തിലുണ്ട്. ലക്ഷ്യം നേടൽ, ലക്ഷ്യം നേടിയെടുക്കാം, ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ എന്നൊരു ശക്തിയോടെ മുന്നോട്ട് നയിക്കുകയാണ്. അത് ലക്ഷ്യം തേടൽ, അത് കണ്ടുപിടിക്കുക, ലക്ഷ്യത്തിലേക്ക് തേടി കണ്ടുപിടിക്കുക, ലക്ഷ്യം നയിക്കൽ, ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുക. ഇങ്ങനെ 3 തരത്തിലാണ് പ്രചോദനം ഉണ്ടാകുന്നത്. സാധാരണയായിട്ട് ലക്ഷ്യബോധമുള്ള പെരുമാറ്റം ആന്തരിക ഏകോപനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് വിശക്കുമ്പോൾ ആഹാരം തേടുന്നത്, അതൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മുടെ ആന്തരികമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ, നേരത്തെ പറഞ്ഞു ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു, തലച്ചോറിൽ സിഗ്നൽ എത്തുന്നു. അപ്പൊ ആന്തരികമായിട്ടുള്ള പല പ്രവർത്തന ഫലമായിട്ടാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. എന്നാൽ ബാഹ്യ ഉത്തേജനങ്ങളും പെരുമാറ്റ രൂപീകരണത്തിന് കാരണമാകും. എക്സ്റ്റേണൽ സ്റ്റിമുലസുകളും ബാഹ്യവത്വം, നമ്മുടെ പരിസ്ഥിതിയിലുള്ള പല ഫാക്ടറുകളും ഇതുപോലുള്ള പ്രചോദനത്തിന് കാരണം അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിന് കാരണം ആയേക്കാം. പ്രചോദനങ്ങളിലുള്ള പെരുമാറ്റ രൂപീകരണം പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളുണ്ട്. ഇങ്ങനെ പ്രചോദനത്തിലൂടെ ഒരു ജീവിയുടെ സ്വഭാവം മാറുകയാണെങ്കിൽ സ്വഭാവ മാറ്റം ഉണ്ടാകുന്നു. അതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് തിരയൽ പെരുമാറ്റം, സെർച്ചിങ് ഓർ അപ്പറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറയും.
അല്ലെങ്കിൽ ഉപഭോഗ പെരുമാറ്റം. രണ്ടാമത്തെ ഉപഭോഗ പെരുമാറ്റം കൺസമ്മേറ്ററി ബിഹേവിയർ എന്ന് പറയും. അപവർത്തന പെരുമാറ്റം റിഫ്രാക്ടറി ബിഹേവിയർ. ഇങ്ങനെ 3 തരത്തിലാണ് ശരിക്കും പ്രചോദനത്തിലുള്ള സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത്. അതിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഒരു ഘട്ടമാണ് തിരയൽ പെരുമാറ്റം അല്ലെങ്കിൽ തിരയൽ സ്വഭാവം എന്ന് പറയാം. സെർച്ചിങ് ഓർ അപ്പറ്റേറ്റീവ് ബിഹേവിയർ. വിശന്നിരിക്കുന്ന ഒരു വേട്ടക്കാരൻ മൃഗം, ഒരു നേരത്തെ പറഞ്ഞ ഒരു വേട്ടക്കാരൻ എന്ന് വെച്ചാൽ പ്രിഡേറ്റർ ആണ്. വിശന്നിരിക്കുമ്പോൾ വിശ്രമമില്ലാതെ ആഹാരം തരുമ്പോൾ വിശന്നിരിക്കുമ്പോൾ ഇര പിടിക്കണം. ഇര എവിടെയുണ്ടോ അവിടേക്ക് അത് മൂവ് ചെയ്ത് ആ ആഹാരം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രചോദനമാണ് തിരയൽ പെരുമാറ്റം. അങ്ങനെ ആ ഒരു ലക്ഷ്യം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി. ഇര തേടുക എന്ന സ്വഭാവത്തിലേക്ക് എത്തിച്ചേർന്നു. അതാണ് തിരയൽ പെരുമാറ്റം. അപ്പൊ ആ ആവശ്യം നിറവേറ്റാനായിട്ട് ഇവിടെ ഒരു പ്രവർത്തനം ഉണ്ടായി. ദാറ്റ് ഈസ് ദ അപ്പറ്റേറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ സെർച്ചിങ് ബിഹേവിയർ. വിശന്നിരിക്കുന്ന ഒരു അനിമലിന് ആഹാരം തേടാനായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് ആഹാരം തേടാനായിട്ട് ഇവിടെ സ്വഭാവ മാറ്റം ഉണ്ടായി. അത് ഒന്നാമത്തെ പ്രചോദനത്തിന്റെ ഘട്ടമാണ്. രണ്ടാമത്തെ ഉപഭോഗ പെരുമാറ്റം കൺസമ്മേറ്ററി ബിഹേവിയർ അല്ലെങ്കിൽ ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ എന്നൊക്കെ പറയാം. ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനോ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക, ഇണ ചേരുക തുടങ്ങിയ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മൃഗം ചെയ്യുന്ന അന്തിമവും പലപ്പോഴും നിശ്ചിതവുമായിട്ടുള്ള പ്രവർത്തന ക്രമത്തെയാണ് കൺസമ്മേറ്ററി ബിഹേവിയർ അഥവാ ഉപഭോഗ പെരുമാറ്റം. ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ, ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മെയ്റ്റിംഗ് ചെയ്യുക, ഇണ തേരുക തുടങ്ങിയ ആഗ്രഹത്തിനെ തൃപ്തിപ്പെടുത്താൻ, അത് നടത്താൻ വേണ്ടി ഒരു മൃഗം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അന്തിമമായിട്ടുള്ള അവസാനത്തെ, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് പോകും, നിശ്ചിതമായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ഉള്ള ആ ഒരു പ്രവർത്തന ക്രമത്തെയാണ് ഉപഭോഗ പെരുമാറ്റം. ഒരു ഉപഭോഗത്തിന് വേണ്ടി അല്ലെ, ഒരു പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രോഡക്റ്റ് പോലെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാറ്റമാണ് ഉപഭോഗ പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് ബാഹ്യ ഉദ്ദീപനത്തിന്റെ സഹായത്താലാണ്? അല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പ്രത്യേക ഒരു ആഗ്രഹം അത് തൃപ്തിപ്പെടുത്താൻ വേണ്ടി അത് ബാഹ്യമായിട്ടുണ്ടായ പ്രചോദനം കൊണ്ടുണ്ടായതില്ല, ആന്തരിക ജനറ്റിക്കലി ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നതാണ്. അത് ബാഹ്യ ഉദ്ദീപനങ്ങൾ ഇവിടെ സ്വാധീനിക്കുന്നില്ല. ജനിതകരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇത്തരം സ്വഭാവ രൂപീകരണം നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ നമുക്കത് മനസ്സിലാവും. ഒരു കുട്ടി ജനിച്ച ഉടനെ അത് കമന്ന് വീഴുന്നു, അത് ഇഴയാൻ പഠിക്കുന്നത്, അത് കരയുന്നത്, അത് ചിരിക്കുന്നത്, ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അല്ലേ. അത് അത് അതിന്റെ ഉള്ളിൽ, അതിന്റെ ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതിന്റെ ബാക്കി ഉദ്ദേപനങ്ങൾ അതിനെ സഹായിക്കുന്നില്ല. കുട്ടി സ്വയം അതിന്റെ ജീനിന്റെ പ്രവർത്തന ഫലമായിട്ട് പഠിക്കാൻ ചെയ്യും. ഈ ഒരു പ്രചോദനത്തിലൂടെ ഉണ്ടാകുന്ന പെരുമാറ്റമാണ്, പെരുമാറ്റ രൂപീകരണമാണ് ഉപഭോഗ പെരുമാറ്റം എന്ന് പറയുന്നത്. നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ എക്സാമ്പിൾ വെച്ച് പഠിക്കുക. കുറച്ചും കൂടെ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കുട്ടി ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ഇപ്പൊ അവിടെ ഒരു സാധനം കാണുമ്പോൾ കുട്ടി അത് ഇഴഞ്ഞിരുന്ന് എടുക്കാൻ പോകുന്നത് അതിന്റെ കുട്ടിയുടെ മൈൻഡ് തോന്നുന്ന കാര്യമായിരിക്കും. കുട്ടിയിലിരുന്ന് കുട്ടിക്ക് അത് എടുക്കണമെന്ന് തോന്നില്ല. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് അത് പോവുകയാണ്. അതിനാരും പറഞ്ഞു കൊടുത്തതല്ല, അല്ലെങ്കിൽ അതിന്റെ ബാഹ്യ ഉദ്ദീപനങ്ങളൊന്നും സഹായിച്ചിട്ടില്ല. ഇതാണ് ഉപഭോഗ പെരുമാറ്റത്തിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ. അടുത്തതാണ് അപവർത്തന പെരുമാറ്റം അഥവാ റിഫ്രാക്ടറി ബിഹേവിയർ. ഇതിന്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ പെട്ടെന്ന് കത്തത്തില്ല, നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഉപഭോഗ സ്വഭാവത്തിന് ശേഷം ശേഖരിച്ച ഊർജം പുറത്തു വിടപ്പെടുകയും പ്രവർത്തനം നിർത്തുകയും ചെയ്യുന്നതിനാൽ മൃഗത്തിന്റെ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാകും. അതെന്താണ് എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഒരു പക്ഷി കൂട് കൂട്ടി വെച്ചിരിക്കുകയാണ്, അവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാകും. മറ്റേ ശത്രുക്കളോ ഡിസ്റ്റർബൻസ് ചെയ്യുമ്പോൾ ആ കൂട് അവിടെ നിന്ന് മാറ്റി പുതിയ സ്ഥലത്ത് ആ പക്ഷി കൂടുണ്ടാക്കുകയാണ്. അവിടെ അവർ ചേഞ്ച് ഉണ്ടാക്കി. അപവർത്തനം എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ, റിഫ്രാക്ഷൻ എന്താണ്. ആ ഫിസിക്സിലൊക്കെ പ്രകാശത്തിന്റെ പഠിച്ച കണക്ക് ഒരു ചേഞ്ച്, ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചേഞ്ച് അല്ലേ, അല്ലെങ്കിൽ അത് ഡീവിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഉദ്ദേശിക്കാം. ഇവിടെ കൂട് ആ ശല്യം കാരണം, ആ ശല്യം എന്ന ഉത്തേജനം കാരണം ആ ആദ്യം ഉണ്ടായിരുന്ന സ്ഥാനം, യഥാർത്ഥ സ്ഥാനം മാറ്റിയിട്ട് പുതിയ സ്ഥാനം തിരഞ്ഞെടുത്തു, പുതിയ സ്വഭാവം കൈവരിച്ചു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കൂട് മാറ്റി പുതിയ സ്ഥലത്ത് കൊണ്ടുവച്ചു. അതായത് ഇവിടെ ആ ഒരു ശല്യം അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് എന്നൊരു പ്രചോദനം കിട്ടിയപ്പോൾ എല്ലാവരും മാറ്റം പ്രകടമായത്. അപ്പൊ ആ ഒരു സ്വഭാവത്തിന് ശേഷം കൂട് പുതുതായിട്ട് ഉണ്ടാക്കിയ ഷോ ആ ഒരു ടെൻഡൻസി കളഞ്ഞു. പിന്നെ കൂടെ ഉണ്ടാകുന്ന ടെൻഡൻസി ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ശേഖരിച്ച ഊർജ്ജം പുറത്തുവിടുകയും പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്യുന്ന മൃഗത്തിന്റെ നിശ്ചലാവസ്ഥ ഉണ്ടാവും. അവർ പെട്ടെന്നൊരു പ്രചോദനം കിട്ടിയപ്പോൾ അത് അവിടെ നിന്ന് എന്ത് ചെയ്തു, പെട്ടെന്ന് സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ട്, പുതിയ കൂടുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലോട്ട് പോയി. അതിനുശേഷം ആ സ്വഭാവം കളഞ്ഞു. അതാണ് അപവർത്തന പെരുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മൃഗത്തിന്റെ സ്വഭാവത്തിന്, അങ്ങനെ ഉണ്ടാകുന്ന സ്വഭാവത്തിന് റിഫ്രാക്ടറി സ്വഭാവം എന്ന് പറയാം. പെട്ടെന്നുണ്ടായ അപവർത്തനം പോലെ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായത് കൊണ്ട് ഉണ്ടായ സ്വഭാവത്തിന് റിഫ്രാക്ടറി സ്വഭാവം എന്ന് പറയാം.
പ്രചോദന മാതൃകകൾ, മോഡൽസ് ഓഫ് മോട്ടിവേഷൻ. പല സയൻസുകളും എങ്ങനെ പ്രചോദനം ഉണ്ടാകുന്നു, അതിലൂടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നു, അത് തെളിയിക്കാൻ വേണ്ടി പല എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് എക്സ്പെരിമെന്റ് നോക്കാം. ഒന്നാമത്താണ് ലോറൻസ് മോഡൽ. ലോറൻസിന്റെ പ്രചോദന മാതൃക സൈക്കോ ഹൈഡ്രോളിക് മോഡൽ എന്നോ ഫ്ലഷ് ടോയ്ലറ്റ് മോഡൽ എന്നും അറിയപ്പെടുന്നു. ഈ ഒരു പേരിലും അറിയപ്പെടുന്ന മോഡലാണ് ലോറൻസിന്റെ മോഡൽ. ഏതൊക്കെയാ? സൈക്കോ ഹൈഡ്രോളിക് മോഡൽ എന്നോ ഫ്ലഷ് ടോയ്ലറ്റ് മോഡൽ എന്നോ അറിയും. അദ്ദേഹം പറയുന്നത്, ഒരു ടാങ്കിൽ വെള്ളം അല്ലെങ്കിൽ ബീക്കറിൽ വെള്ളം നിറഞ്ഞു, വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം നിറയുമ്പോൾ എന്ത് പറ്റുന്നു? അത് വെള്ളം കവിഞ്ഞൊഴുകി അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അത് ഒഴുകി പോകും, ഇല്ലേ? അപ്പൊ അവിടെ കവിഞ്ഞൊഴുകിയതിനു ശേഷം വെള്ളം മറ്റൊരു ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. വെള്ളത്തിന് അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ നിന്ന് വെള്ളം അത് നിറഞ്ഞൊഴുകി മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും. വെള്ളം നിറഞ്ഞൊരു സിസ്റ്റത്തിന്റെ സാമ്യം ഉപയോഗിച്ചിട്ടാണ് മൃഗങ്ങളുടെ പെരുമാറ്റം അദ്ദേഹം വിശദീകരിച്ചത്. ഈ ഒരു തിയറിയാണ് ലോറൻസ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാലക്രമേണ ഒരു ആന്തരിക പ്രവർത്തന നിർദ്ദിഷ്ട ഊർജം വർദ്ധിക്കുമെന്നും ഈ ഊർജം ഒരു നിശ്ചിത പരിധിയിലെത്തുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവം പ്രവർത്തനക്ഷമാക്കുമെന്നും നിർദ്ദേശിക്കുന്നു. അതായത് വെള്ളം നിറയുമ്പോൾ ആ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു അതിന്റെ പുറത്തോട്ട് ചാടാനുള്ള ടെൻഡൻസി, പിന്നെ അത് മറ്റു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു. അതേപോലെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും, ഒരു ഊർജ്ജം ഉണ്ടാകും. ആ ഊർജ്ജം അതിന്റെ ഒരു പരിധിയിലെത്തുമ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവുകയും നമ്മുടെ പ്രത്യേക സ്വഭാവം പ്രവർത്തനക്ഷമാവുകയും ചെയ്യുന്നു. ബോഡിക്കകത്ത് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും, അതായത് ഇന്നൊരു പ്രവൃത്തി ചെയ്യണം എന്നൊരു ടെൻഡൻസി, അതിന് വേണ്ടിയുള്ള ഊർജ്ജം നമ്മുടെ ബോഡിയിൽ സംഭരിച്ചുകൊണ്ടിരിക്കും. അത് അതിന്റെ എക്സ്ട്രീമിൽ എത്തിക്കഴിയുമ്പോൾ അത് ഓവർകം ചെയ്യും, അല്ലെങ്കിൽ അത് നേരത്തെ വെള്ളം നിറഞ്ഞൊഴുകുന്ന പോലെ ആ ഊർജ്ജം അതിന്റെ പരിധിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡി മറ്റൊരു സ്വഭാവം രൂപീകരിക്കാൻ സജ്ജമാകുന്നു എന്നാണ് ഈ ഒരു മോഡലിലൂടെ അദ്ദേഹം തെളിയിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ ബോഡിക്ക് അകത്തുണ്ടാവുന്ന ഒരു ചേഞ്ച് നമ്മുടെ ബോഡിക്ക് പുറത്തുണ്ടാവുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതായത് ആന്തരിക പ്രചോദന ഘടകങ്ങളും ബാഹ്യ ഉത്തേജനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതും ഇത് തിയറിയിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്തൊരു മാതൃകയാണ് ഡച്ച് മോഡൽ ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡച്ച് പ്രചോദനം. ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ആ ഒരു എക്സാമ്പിളോട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ശരിയായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ശരിക്കും ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ട് ഒരു കുട്ടി താൻ നന്നായിട്ട് എഴുതിയ പരീക്ഷയിൽ തോക്കും എന്ന് വിചാരിച്ച് സൂയിസൈഡ് ചെയ്യുക. ആ കുട്ടി പരീക്ഷ നന്നായിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോഴത്തേക്ക് ആ കുട്ടി മരിച്ചു കഴിഞ്ഞു, ഞാൻ തോറ്റു പോകും എന്ന് കരുതിയിട്ട് അത് സൂയിസൈഡ് ചെയ്യുക. അപ്പൊ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ബോഡിയിൽ ശരീരശാസ്ത്രത്തിൽ ഒരു അസന്തുലിത അവസ്ഥ ഉണ്ടായി, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു കുറവ്, ചിലപ്പം ഒരു കോൺഫിഡന്റ് ഇല്ലായ്മയാകാം. ആ ഒരു കുറവ് കാരണം ആ ഒരു കുറവ് ഒരു കേന്ദ്രഘടന അല്ലെങ്കിൽ ലിങ്ക് വഴി ഉണ്ടാവേക്കാൻ അതൊരു ലിങ്കിലൂടെ അത് ഉത്തേജിക്കപ്പെടുകയും ആ കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. ബോഡിക്കകത്തുണ്ടായ ഒരു അസന്തുലിത അവസ്ഥയാണ് ഇതിന് കാരണം. ബോഡിയുടെ മൈൻഡ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല. ആ ബോഡിയിൽ ഉണ്ടായ ഒരു അസന്തുലിത അവസ്ഥ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറവ് കൊണ്ട് ഒരു കേന്ദ്രഘടന എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രചോദനം ആക്ട് ചെയ്യാനുള്ള സെന്റർ, ആ ഒരു സെന്റർ അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറയാം. ആ ലിങ്ക് അതുവഴി അത് പ്രചോദനം കണ്ടെത്തുകയും ഇത് ഒരു മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് അതിനു വേണ്ടിയുള്ള പ്രചോദനം ഉത്തേജിക്കപ്പെടുകയും ചെയ്യുന്നു. കുട്ടിയുടെ പരീക്ഷയ്ക്ക് ജയിക്കും, പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ തോന്നിയ എന്താണ്? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസിലുണ്ടായിരുന്നു, ഒരു MBA സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി ഇതുപോലെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് പരീക്ഷയ്ക്ക് തോക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടിക്ക് അടുത്ത കാലത്ത് വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ എക്സാമ്പിൾ ആണ്. അപ്പൊ അത് ഇതിന്റെ ഒരു മോഡലായിട്ട് പറയാം. നന്നായിട്ട് പഠിച്ചു, പക്ഷെ പരീക്ഷ എഴുതിയപ്പോൾ അതിന്റെ വിചാരം എന്താണ്? ഞാൻ തോറ്റു പോകും എന്നൊരു തോന്നൽ ഉണ്ടാവുകയും സൂയിസൈഡ് ചെയ്യും. അപ്പൊ ആ ഒരു തോന്നൽ ഉണ്ടായിരുന്ന ബോഡിയിൽ അസന്തുലിതാവസ്ഥയിൽ നിന്നാണ് ഉണ്ടായത്. ആ അസന്തുലിതാവസ്ഥ ഒരു പ്രചോദനത്തിലൂടെയാണ് ആ ലക്ഷ്യത്തിലേക്ക് പോയത്. അതാണ് ഡച്ച് മോഡലിലൂടെ പറയുന്നത്. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ലേണിംഗ് അഥവാ പഠനം. ലേണിംഗ് നമ്മൾ പഠിച്ചെടുക്കുക, പഠനം എന്ന് പറയുന്നത് അത് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് എഡ്യൂക്കേഷൻ ആയിക്കോളെ നമ്മുടെ ബിഎഡിന്റെ പോർഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയില്ല. ഇത് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ എത്തോളജിയുമായി ബന്ധപ്പെട്ടുള്ള ലേണിംഗിൽ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അനുഭവത്തിന്റെ ഫലമായി സ്വഭാവത്തിൽ ഉണ്ടാകുന്ന സ്ഥിരമായ മാറ്റമാണ് പഠനം എന്നാണ് എത്തോളജിയിൽ പറയുന്നത്. പഠനം എന്ന് പറയുന്ന ഒരു ലേണിംഗ് പ്രോസസ് എന്നുള്ളത് ഒരു അനുഭവത്തിന്റെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിന്റെ ബലത്തില് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അതാണ് ആ മാറ്റത്തിനാണ് ഇവിടെ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിച്ച സ്വഭാവങ്ങൾ സ്വതസിദ്ധമായ പെരുമാറ്റങ്ങളെക്കാൾ കർക്കശമായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ പഠിച്ചെടുക്കുന്ന ആ ഒരു സ്വഭാവം നേരത്തെ ഉണ്ടായ അല്ലെങ്കിൽ നമുക്ക് ജന്മനാ കിട്ടിയ സ്വഭാവത്തിനേക്കാൾ കുറച്ച് ബലമുള്ളതായിരിക്കും. അത് നമ്മൾ ചിലത് പഠിച്ചെടുക്കുന്നത് നമുക്ക്
ജന്മനാ കിട്ടിയ സ്വഭാവങ്ങളൊക്കെ കുറച്ചുകൂടെ ബലപ്പെട്ടതായിരിക്കാം. പെരുമാറ്റ രീതി അത് രണ്ട് തരത്തിലാണ് ഈ പെരുമാറ്റ രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരുന്നത്. ഒന്ന്, ജന്മന ലഭിക്കുന്ന സ്വഭാവ രീതികൾ, അതായത് ഇന്നേറ്റ് രീതികൾ എന്ന് പറയാം. രണ്ടാമത് ആർജിത സ്വഭാവ രീതികൾ അല്ലെങ്കിൽ ലേൺഡ് രീതികൾ. അത് നേരത്തെ പറഞ്ഞത്, നമുക്ക് ജന്മനാ കിട്ടുന്ന കഴിവിനേക്കാൾ ചിലപ്പോൾ വലുത് നമ്മൾ പഠിച്ചെടുക്കുന്ന കഴിവായിരിക്കും. അതിലൊന്നാമത്തെ നോക്കാം, ജന്മനാ ലഭിക്കുന്ന സ്വഭാവ രീതികൾ അഥവാ ഇന്നേറ്റ് ബിഹേവിയർ. മുൻകൂർ പഠനമോ അനുഭവമോ ഇല്ലാതെ ജനിതകമായി പ്രോഗ്രാം ചെയ്ത് പ്രകടിക്കുന്ന സ്വഭാവ രീതി. അത് നമുക്ക് നേരത്തെ അതിനെ കുറിച്ചുള്ള അറിവില്ല, എക്സ്പീരിയൻസ് ഒന്നുമില്ല. ആ സമയത്ത് നമ്മുടെ ബോഡിയിലെ ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്കൊരു ലേണിംഗ് ഉണ്ടാവും, ഒരു പഠനം ഉണ്ടാവും. ഈ സ്വഭാവ രീതികൾ പലപ്പോഴും പ്രത്യേക ഉത്തേജനങ്ങളാലാണ് ഉത്തേജിക്കപ്പെടുകയും യാന്ത്രികമായി നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതായത് ഇത് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഉത്തേജനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയും നമ്മുടെ ബോഡി അനുസരിച്ച് യാന്ത്രികമായിട്ട് ആ പ്രവർത്തനം ചെയ്യുകയും ചെയ്യും. ഇത് ഒരു ജീവി വർഗത്തിനുള്ള സ്ഥിരമായ പ്രതികരണം ഉറപ്പാക്കുന്നു. നോർമലി എല്ലാവരുടെയും ബോഡിയിൽ ഉണ്ടാകുന്നത്, നമ്മളിപ്പം നേരത്തെ പറഞ്ഞൊരു കുട്ടി എഴയാനും പഠിക്കുന്നത് ജന്മന അതിനുള്ള കഴിവുണ്ട്, അതിങ്ങനെ ലേൺ ചെയ്തുകൊള്ളും. ആ സമയമാകുമ്പോൾ ചിലപ്പോൾ കുട്ടി എണീക്കാൻ നോക്കും, മുട്ടിൽ എഴയാൻ നോക്കും, പിന്നെ അത് എണീക്കാൻ നോക്കും, പിടിച്ച് നടക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെല്ലാം ഒരു ഇന്നേറ്റ് ബിഹേവിയർ ആണ്. രണ്ടാമത് ആർജിത സ്വഭാവ രീതികൾ, ലേൺഡ് ബിഹേവിയർ. പേരിൽ തന്നെ അർത്ഥമുണ്ട്, പരീക്ഷണ നിരീക്ഷണത്തിലൂടെ നേടിയെടുക്കുന്ന സ്വഭാവമാണ്. അതായത് ഒരു പരീക്ഷണം ചെയ്ത് അല്ലെങ്കിൽ നിരീക്ഷണം ചെയ്ത് നമ്മളൊന്നിനെ അത് നിരീക്ഷിച്ച് അതിൽ നിന്ന് നേടിയെടുക്കുന്ന അറിവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ബേസ്ബോൾ നന്നായി കളിക്കാൻ പഠിക്കുന്നു. ഒരാൾ നല്ലൊരു ബേസ്ബോൾ പ്ലെയർ ആണെങ്കിൽ അത് പരീക്ഷണത്തിലൂടെ അത് പ്രാക്ടീസ് ചെയ്ത് കിട്ടിയ ഒരു സ്വഭാവമാണ്, അത് ഇന്നേറ്റ് അല്ല, അല്ലേ? അപ്പൊ അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെടുത്ത ഒരു സ്വഭാവമാണ് ബേസ്ബോൾ കളിക്കാൻ പഠിക്കുന്നത്. അതൊരു ആർജിത സ്വഭാവ രീതിയുടെ എക്സാമ്പിൾ. ഈ ആർജിത സ്വഭാവ രീതികൾ പല തരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ശീലമാക്കൽ, അതായത് ഹാബിറ്റുവേഷൻ. രണ്ടാമത് ഒളിഞ്ഞിരിക്കുന്ന പഠനം അഥവാ ലേറ്റന്റ് ലേണിംഗ്. ഉൾക്കാഴ്ച പഠനം അഥവാ ഇൻസൈറ്റ് ലേണിംഗ്. മുദ്രം അഥവാ ഇംപ്രിന്റിംഗ്. കണ്ടീഷൻഡ് റിഫ്ലക്സ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് പഠനം. ട്രയൽ ആൻഡ് എറർ പഠനം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ആർജിത സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലാത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് രണ്ട് പോയിന്റ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അതിലൊന്നാമത്താണ് ശീലമാക്കൽ അഥവാ ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒരു മൃഗം ആവർത്തിച്ചുള്ളതും നിരുത്തരവകരമായിട്ടുള്ള ഉത്തേജനത്തിലുള്ള പ്രതികരണം ക്രമേണ കുറയ്ക്കുന്ന ഒരു പഠനരീതിയാണ് ശീലമാക്കൽ. അതായത് ഒരു മൃഗം കണ്ടിന്യൂസ് ആയിട്ട് അതിന് ദോഷമല്ലാത്ത പല ഉത്തേജനത്തിലൂടെയും അതിന്റെ പ്രതികരണം കുറയ്ക്കും. അതായത് തനിക്കത് ദോഷം ഉണ്ടാക്കാത്തൊരു കാര്യമാണെന്ന് കണ്ടാൽ ആ മൃഗം പിന്നെ അതിനെതിരെ പ്രതികരണം കുറയ്ക്കും. എക്സാമ്പിൾ പറയാം, അതിനാണ് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു പ്രയറി നായ്ക്കള് അവർക്ക് ഭീഷണിയില്ലാത്ത മനുഷ്യരെ കണ്ടാൽ തങ്ങളെ ഉപദ്രവിക്കാത്ത മനുഷ്യരാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അത് അലാറം ഉദ്ദേശിക്കുന്നത് അപകടമായ രീതിയിൽ കുരയ്ക്കാറില്ല. ആ പട്ടിയെ അല്ലെങ്കിൽ ഡോഗിനെ ഉപദ്രവിക്കാൻ വരുന്ന മനുഷ്യനാണെങ്കിൽ അത് പ്രത്യേക രീതിയിൽ അതിന്റെ അലാറം അല്ലെങ്കിൽ അവരുടെ ബോഡി സജ്ജമാക്കി അത് കുരയ്ക്കുകയും ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ് ഒരാളെ കാണുകയാണ്, എന്നും ഒരാളെ കാണുക. ആദ്യത്തെ ദിവസം ആ ആളിനെ കണ്ട് പട്ടി കുരച്ചു, പക്ഷെ പിന്നെ മനസ്സിലായി, ആ പട്ടിക്ക് മനസ്സിലായി അതിനെ ഉപദ്രവിക്കാൻ വരുന്നതല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പട്ടി പിന്നെ ആളിനെ കണ്ട് കുരയ്ക്കില്ല, അല്ലേ? അപ്പൊ അത് കുരയ്ക്കാതെ അത് സ്വയം ലേൺ ചെയ്തെടുത്തൊരു കാര്യമല്ലേ, അത് ശീലമാക്കിയതാണ്. തന്നെ ആ ഒരു ആള് ഉപദ്രവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ആ ആളിനെ കാണുമ്പോൾ അത് ആവശ്യമില്ലാത്ത കുരയൊക്കെ നിർത്തി ഒതുങ്ങിയിരിക്കും. അതാണ് ഒരു ശീലമാക്കൽ. അതൊരു ശീലമാക്കി എടുത്ത ഒരു സ്വഭാവ മാറ്റമാണ്. അതായത് അടിസ്ഥാനപരമായിട്ട് അപകടമല്ലാത്ത, ഒരു പ്രതിഫലമില്ലാത്ത, ഒരു ബന്ധമില്ലാത്ത ഉത്തേജനങ്ങളെ അതങ്ങ് അവഗണിക്കുകയാണ്. തനിക്ക് അപകടമില്ല, അതുകൊണ്ട് തനിക്കൊരു ഉപയോഗമില്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തിനെ ആ മൃഗം കൂടെ അവോയ്ഡ് ചെയ്യണം, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അത് ഉള്ള ഊർജ്ജം സംരക്ഷിക്കാനും കുറച്ചും കൂടെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താനും പറ്റും, പ്രധാനപ്പെട്ട ഉത്തേജനങ്ങൾ ശ്രദ്ധ തിരിക്കാനും പറ്റും. പട്ടി ആലോചിക്കുകയാണ്, തന്നെ ഉപദ്രവിക്കുന്നതാണെങ്കിൽ താൻ എന്തിനാ ഊർജ്ജം കളഞ്ഞ് എന്തിനാണ് കുറയ്ക്കണം, അത് മിണ്ടാതെ സ്ഥലത്ത് കിടക്കും. തനിക്ക് അപകടം വരുമ്പോൾ മാത്രം അത് സജ്ജമാവുകയും ചെയ്യും. അതാണ് ശീലമാക്കൽ. അടുത്തതാണ് ഒളിഞ്ഞിരിക്കുന്ന പഠനം അഥവാ ലേറ്റന്റ് ലേണിംഗ്. അത് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളോട് പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ കൗമാര പ്രായ സമയത്ത് അമ്മ വന്ന് നമ്മുടെ റൂം വൃത്തിയാക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. റൂം വൃത്തിയാക്കിയിട്ട് കിടക്കണം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടക്കണം എന്നൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ തരും. ഇത് നമ്മൾ നിരീക്ഷിക്കും, അമ്മ ചെയ്യുന്നത് കണ്ടിട്ടോ നമ്മളത് ചെയ്തു വെച്ചിരിക്കും. അത് പറയുന്ന കാര്യം നമ്മുടെ മൈൻഡിലുണ്ട്. കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മ നമ്മോട് പറഞ്ഞ കാര്യം എന്താണ്? റൂമൊക്കെ വൃത്തിയാക്കണം എന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞത്. ഭാവിയിൽ നമ്മളും അച്ഛനും അല്ലെങ്കിൽ അമ്മയൊക്കെ ആവുമ്പോൾ, അല്ലേ? അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കത്തില്ലേ? ഇതെവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ പാരന്റ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതൊരു
ഒളിഞ്ഞിരിക്കുന്ന പഠനം. അതായത് നമ്മുടെ ഉള്ളിൽ ആ സാധനം ഉണ്ട്, അത് നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ഇല്ലേ? നമുക്ക് പണ്ട് കിട്ടിയ സാധനം നമ്മുടെ മൈൻഡിൽ കിടക്കുകയാണ്, ഇത് നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുക. വ്യക്തമായ പ്രതിഫലമോ പരിശീലനമോ ഇല്ലാതെ കിട്ടുന്ന സാധനമാണ്. അല്ലേ? ഇതിന് നമുക്ക് പ്രത്യേക പരിശീലനം ഇല്ല, നമ്മുടെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് വേറെ പ്രതിഫലമോ പരിശീലനം ഇല്ലാതെ കിട്ടിയ ഒരു അറിവാണ്, പഠനമാണ്. ഇതൊരു നിരീക്ഷണ പഠനമാണ്. അപ്പൊ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അമ്മ ചെയ്ത കാര്യങ്ങൾ, ഇത് പറയണമെന്നില്ല. നമ്മുടെ അമ്മ കുട്ടിക്കാലത്ത് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെ? ചെയ്യും. അതാണ് നിരീക്ഷണ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഉപബോധ മനസ്സിൽ നിന്നാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൽ ആ കാര്യങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് കുഞ്ഞിലെ കിട്ടിയ കാര്യം നമ്മുടെ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ട്. നമ്മൾ വലുതായപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. വലുതായപ്പോൾ നമ്മുടെ സമയം എത്തിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് പ്രയോഗിക്കുകയും ചെയ്യും. ഇതാണ് ഒളിഞ്ഞിരിക്കുന്ന പഠനം. അടുത്താണ് ഉൾക്കാഴ്ച പഠനം അഥവാ ഇൻസൈറ്റ് ലേണിംഗ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു പഠനം. ഒരു പ്രശ്നത്തെ കുറിച്ചുള്ള പെട്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ്. പെട്ടെന്നൊരു പ്രോബ്ലം വന്നു, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് ചിലപ്പോൾ നമ്മൾ പണ്ട് പരിശീലിച്ചതോ മറ്റും ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ അവിടെ ആ പ്രാക്ടിക്കലിൽ ചെയ്യാൻ നോക്കും, നമ്മളത് അപ്ലൈ ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പസിലിന്റെ ഭാഗങ്ങൾ നമ്മൾ ബന്ധം, പെട്ടെന്നൊരു പസിൽ കിട്ടും, ഈ പസിൽ എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പല പാറ്റേൺ, പണ്ട് പഠിച്ച പാറ്റേണുകൾ, ഓർഗനൈസേഷൻ, പണ്ടത്തെ മുൻകാല അറിവുകൾ, ഇതെല്ലാം അവിടെ പ്രയോഗിച്ചു. അത് അവിടെ ഉള്ളിൽ നിന്ന് വന്നൊരു സാധനമാണ്, അല്ലേ? ഉൾക്കാഴ്ച പഠനം. ഇതിനെ ട്രയൽ ആൻഡ് എറർ ലേണിംഗുമായിട്ട് വളരെയധികം താരതമ്യപ്പെടുത്താം. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ട്രയലും പിശകും, എററും വളരെ കുറവായി. ഇവിടെ നമ്മുടെ ആ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു, നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രചോദനം കൊണ്ട് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. പക്ഷെ അവിടെ ട്രയലും എററും വളരെ കുറവായിരിക്കും. ട്രയൽ ആൻഡ് എറർ പഠനവുമായിട്ട് വളരെയധികം ബന്ധവുമുണ്ട്. ഇതുപോലെയാണ് ട്രയൽ ആൻഡ് എറർ പഠനം നമ്മൾ എക്സാമ്പിൾ പറയാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധമുണ്ടെങ്കിലും പക്ഷെ ഇവിടെ ട്രയലും എററും എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ആ ഒരു പസിൽ പെട്ടെന്ന് നമുക്ക് ലിമിറ്റഡ് ടൈം കൊണ്ട് നമ്മൾ കിട്ടുന്ന പസിൽ പെട്ടെന്ന് അത് സോൾവ് ചെയ്യും. അതിനുവേണ്ടി പണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം അവിടെ അപ്ലൈ ചെയ്യും. അല്ലാതെ നമ്മൾ പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലം കിട്ടി, പെട്ടെന്ന് അത് ആൻസർ ചെയ്യാൻ നോക്കുക, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ട്രയൽ എടുക്കുന്നില്ല, ഒരുപാട് എറർ ചെയ്യുന്നില്ല. പെട്ടെന്ന് അതിന്റെ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഉൾക്കാഴ്ചപ്പാട്. അടുത്താണ് മുദ്രണം അഥവാ ഇംപ്രിന്റ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പഠിക്കുന്ന കാര്യം. കൂടുതലും പക്ഷികളിലും മൃഗങ്ങളിലും അത് കാണപ്പെടുന്നത്. ഒരു മൃഗം ചെറുപ്പത്തില് അതിന്റെ കാഴ്ചശക്തി അല്ലെങ്കിൽ കേൾവി ശക്തി അല്ലെങ്കിൽ സ്പർശന അനുഭവം തിരിച്ചറിയുന്നു. അത് ആദ്യമായിട്ട് പഠിക്കുന്നതും പിന്നീട് അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതും ആ വസ്തുവിനെ പിന്തുടരുകയും ചെയ്യുന്നു. ഒരു മൃഗം അല്ലെങ്കിൽ പക്ഷി ആദ്യമായിട്ട് ഒരു വസ്തുവിനെ കാണുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ സ്പർശനം അറിയുന്നു, പിന്നെ അതിലേക്കുള്ള ശ്രദ്ധ കൊടുത്ത് അതിനെ പിന്തുടർന്ന് ആ കാര്യം പഠിച്ചെടുക്കുന്നു. പക്ഷികളിലും മൃഗങ്ങളിലും കൂടുതലും കാണപ്പെടുന്നത് ഒരു പെരുമാറ്റ രീതിയാണ് മുദ്രണം എന്ന് പറയുന്നത്. അതായത് പ്രകൃതി നിന്നായിരിക്കും നേരിട്ട് പഠിക്കുന്നത്. അടുത്താണ് കണ്ടീഷൻഡ് റിഫ്ലക്സ്. അതായത് നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുള്ള കാര്യം, പാവ്ലോവിന്റെ പരീക്ഷണം. പാവ്ലോവ് എന്താ ചെയ്തിരിക്കുന്നത്? ഒരു പട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഒരു ബെൽ അടിച്ചിട്ട് ആഹാരം കൊടുക്കും. കണ്ടിന്യൂസ് ചെയ്തപ്പോൾ ബെല്ല് കേൾക്കുമ്പോൾ പട്ടിക്ക് അറിയാം ആഹാരം കിട്ടാനാണ്. അപ്പോൾ പിന്നീട് ബെല്ല് മാത്രം കൊടുക്കും, പട്ടിയുടെ വായിൽ എന്ത് ചെയ്യുന്നു? സലൈവ ഉണ്ടാകുന്നു. അപ്പം ആഹാരം കിട്ടും എന്ന രീതിയിൽ അതിന് തിരിച്ചറിവ്, ഒരു പഠനം, അത് തിരിച്ചറിവ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാവ്ലോവിന്റെ പരീക്ഷണം. അതായത് ഒരു മൃഗം പരിശീലന ശേഷം നടത്തുന്ന പ്രതികരണമാണ്. അത് പരിശീലിച്ചപ്പോൾ ആ ഒരു മൃഗത്തിനുണ്ടായ പ്രതികരണമാണ്. പട്ടിക്ക് അറിയാം ആ ഒരു പരിശീലനം കിട്ടിയ ബെല്ലിന് ശേഷം എന്ത് കിട്ടും? ആഹാരം കിട്ടും എന്നത് തിരിച്ചറിയും. അതാണ് കണ്ടീഷൻഡ് റിഫ്ലക്സ് പഠനം. അടുത്ത ട്രയൽ ആൻഡ് എറർ പഠനം. നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ട്രയലും എററും ഒരുപാട് ഉണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള മുൻവിധി ഇല്ല. ആദ്യം ചെയ്തു നോക്കുമ്പോൾ, കുറെ പ്രാവശ്യം ചെയ്തു നോക്കുമ്പോൾ ആക്സിഡന്റലി ചിലപ്പോൾ ഒന്ന് സക്സസ് ആവും, പിന്നെ അത് വീണ്ടും വീണ്ടും സക്സസ് ആകുമ്പോഴാണ് അത് പഠിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഒരു ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട്, ഒരു പെട്ടിയിൽ അടച്ച ഒരു മൃഗം അത് തുറന്നു വരാൻ ശ്രമിക്കുന്നത്. പെട്ടിക്കകത്ത് കിടന്ന് ഓടും, പക്ഷെ അവിടെ ലിവർ വെച്ചിട്ടുണ്ട്. ആ ലിവർ തട്ടുമ്പോൾ ഡോർ ഓപ്പൺ ആവും. ഒന്ന് രണ്ട് തവണ ആക്സിഡന്റ് ലിവർ തട്ടിയപ്പോൾ ഡോർ ഓപ്പൺ ആകാൻ കണ്ടപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ആ മൃഗത്തെ പെട്ടിയിൽ അടച്ചാലും അത് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് പോയാൽ ലിവറിൽ തട്ടുകയും ലിവർ തട്ടുമ്പോൾ ഡോർ തുറക്കുന്ന അത് പഠിച്ചെടുക്കുകയും ചെയ്യും. ആദ്യം ആ കൂട്ടിൽ അടച്ചപ്പോൾ അറിയില്ല ആ ലിവർ പിടിച്ചാൽ കൂട് തുറക്കുന്ന അറിയില്ല. കുറെ തവണ അങ്ങോട്ട് ഇങ്ങനെ ഓടുന്ന വഴിക്കായിരിക്കും ലിവറിൽ ടച്ച് ചെയ്യുന്നത്. അപ്പൊ ട്രയലും എററും ഒരുപാട് ഉണ്ടായി. ഇതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത്. അനന്തരഫലം അടിസ്ഥാനമായിട്ടുള്ള പഠനമാണ്. അപ്പൊ ഇതിന്റെ ആ ലിവറിൽ തട്ടിക്കഴിഞ്ഞാൽ കൂട് തുറക്കും. ഇത് ഇന്നൊരു അനന്തര ഫലം മനസ്സിലാകാം. ട്രയലും എററും ഒരുപാട് കിട്ടിയിട്ടാണ് ആ ഒരു ലേണിംഗ് ഉണ്ടായത്.
നമ്മൾ പഠിച്ചിട്ടുള്ള തോണ്ടേക്കിന്റെയും സ്കിന്നറുടെ പരീക്ഷണങ്ങളെല്ലാം ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുള്ള ടോപ്പിക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. സമയത്തിന്റെ കുറവ് കൊണ്ട് വളരെ കുറച്ചേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് നീട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് അതിന്റെ ഡെഫിനേഷനും കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശരി.